8000 9000 റേഞ്ചാണ് മെയിൻ ഡോറിന് ഇതുപോലെ സ്റ്റീലിന്റെ കട്ടിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് കേട്ടോ. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വുഡിൽ, അതുപോലെ വളരെ കൂടിയ ബഡ്ജറ്റിലും ചെയ്യാൻ പറ്റും വുഡിൽ. 18,000 രൂപ മുതലും സ്റ്റീൽ ഡോറുകൾ മാർക്കറ്റിലുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 2,500 രൂപ മുതൽ ഇതിന്റെ പ്രൈസ് ആരംഭിക്കുന്നുണ്ട്. 3000-നൊക്കെ നല്ല മോഡലുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള തേക്ക് ഡോറുകളാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ 15,000 മുതലാണ് അതിന്റെ പ്രൈസ് വരിക. അപ്പോൾ റേറ്റ് കുറഞ്ഞു, പക്ഷേ വുഡിന് മാറ്റമുണ്ട്. 4,000 to 5,000 റേഞ്ചിലൊക്കെ വുഡുകൾ കിട്ടും. മഹാഗണിയൊക്കെ ആണെങ്കിൽ 5,000 ഡോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് ഏകദേശം 40,000 മുതൽ 50,000 വരെ ചെലവ് കാണണം. അങ്ങനെ വരുമ്പോഴാണ് സ്കിൻ ഡോറുകളുടെ ആവശ്യം. സ്കിൻ ഡോർ ഈ ഒരു സ്കിന്ന് ഇത് നമ്മളൊരു പ്ലൈവുഡിൽ ഒട്ടിച്ചതുപോലെ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ്. ഈ കാണുന്നത് പെയിന്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആട്ടോ. ഈ ഗ്രീൻ കളർ ഇത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മാർക്കറ്റിൽ 2,500 മുതലൊക്കെ ഇതിന്റെ ഒരു പ്രൈസ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇതുപോലെ 500 രൂപയോളം വില വരുന്ന ചെറിയ ലോക്ക് കൊടുത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഡോറുകൾക്ക് ചെയ്യാനും പറ്റും. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ മെയിൻ ഡോർ ഇല്ലാതെ എന്ത് വീടില്ലേ? ഇന്നത്തെ കാലത്ത് വീട്ടിൽ ഡോർ കൊടുക്കുമ്പോൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നാണ് പലർക്കും ആശങ്ക. പണ്ടേ മരത്തടി കൊണ്ടുള്ള അടിപൊളി ഡോറുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്നും ആർക്കിടെക്ട്സ് നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റീൽ ഡോറുകൾ, WPC ഡോറുകൾ, അലൂമിനിയം ഡോറുകൾ, അങ്ങനെ നിരവധി ഡോറുകൾ പുതിയ വന്നില്ലേ? ഇനി ഇന്നത്തെ കാലത്ത് നമ്മൾ ഏത് ഡോർ ഉപയോഗിക്കാം, എത്ര രൂപ അതിന് ചിലവാകും എന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് കേട്ടോ. ഇതുവരെ സന്ദർശിച്ചില്ലെങ്കിൽ ഒന്ന് സന്ദർശിക്കുക. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. വീടുകളിൽ മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ എൻട്രൻസിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത വിൻഡോകൾ ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡോറ് മാത്രം നമ്മൾ കണ്ടാൽ മതി മെയിൻ ഡോറായിട്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡോറ് 2 പൊളികളുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഉള്ളത്. ഇവിടെ വരുന്ന കട്ടിലയാണെങ്കിലോ ഇത് സ്റ്റീലിൽ ചെയ്തതാണ്. അതും ഒരേ ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അതായത് പെയിൻറ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ വീടുകളിൽ പല രീതിയിൽ ഈ മെയിൻ ഡോറുകൾ കൊടുക്കും. സ്റ്റീലിൻ്റെ കട്ടില എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടില വെപ്പ് നമ്മുടെ നാട്ടിൽ ഒരു ചടങ്ങ് തന്നെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു കട്ടില വെക്കുന്നു, അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഡോർ പിന്നെ മരത്തടിയിലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്റ്റീലിൽ ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ മരത്തടിയിൽ കൊടുക്കുന്ന ഡോറുകൾക്ക് ഇതുപോലെ കട്ടില നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ. ഇങ്ങനെ കട്ടില വാങ്ങുമ്പോൾ, അതായത് വീട് പണിയുടെ സ്ട്രക്ചറൽ ടൈം അല്ലെങ്കിൽ പടവിൻ്റെ ടൈമിലൊക്കെയാണ് ഇത് വെക്കുന്നത്. അതിന് ഏകദേശം 8000 9000 റേഞ്ചാണ് മെയിൻ ഡോറിന് ഇതുപോലെ സ്റ്റീലിൻ്റെ കട്ടില നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് കേട്ടോ. ഇതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് പിന്നീട് പെയിൻറ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അഡീഷണൽ വർക്കുകളാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണണം. ഇനി അതല്ല, മരത്തടി കൊണ്ടുള്ള നേരിലുള്ള ഒരു കട്ടില വെക്കുകയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് ഇത്രയും തിക്ക് വരുമ്പോൾ അത് വേണം താനും. ഇനി മെയിൻ ഡോറിൻ്റെ കാര്യം, ഡോർ ഇതുപോലെ തേക്കൂട്ടിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആശാരിമാരൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ആദ്യം മരത്തടി കൊണ്ടുപോയി അളന്നെടുത്ത് മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുക്കണം. അതിൻ്റെ കൂടെ അവരുടെ ലേബർ കോസ്റ്റും കൂടെ വരും. ഇങ്ങനെ വരുമ്പോൾ അവർ പല രീതിയിലാണ് ചാർജ് ചെയ്യുക. എന്നിരുന്നാലും തേക്ക് കൊണ്ടുള്ള ഒരു ഡോറൊക്കെ വരുമ്പോൾ ഏകദേശം 30,000 രൂപയും അതിൻ്റെ മേലേക്കും മെയിൻ ഡോറിന് വരുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വുഡിൽ, അതുപോലെ വളരെ കൂടിയ ബഡ്ജറ്റിലും ചെയ്യാൻ പറ്റും വുഡിൽ. അപ്പോൾ 30,000 മുതലാണ് തേക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി ഡോറ് നിങ്ങൾ വെക്കണമെങ്കിൽ കോസ്റ്റ് കാണേണ്ടത്. 30,000 എന്ന് പറയുമ്പോൾ ആ വുഡ് വാങ്ങി ആശാരി അത് പണിത് അതിൽ ഫിനിഷിങ് അടിച്ച് ഫില്ലർ അടിച്ച് ഫിനിഷ് ചെയ്ത്, അതായത് പോളിഷ് ചെയ്ത് ഒരു ഡോർ ആക്കി വരുമ്പോൾ ഉള്ള കോസ്റ്റാണ് കേട്ടോ. സാധാരണ റെഡിമെയ്ഡ് ഡോർ വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കണക്കാക്കാറില്ല. തേക്ക് കൊണ്ടുള്ള ഡോറിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു നേരത്തെ പറഞ്ഞ സ്റ്റീലിൽ ഫ്രെയിം ചെയ്ത് അതിൽ തേക്ക് വുഡ് ചെയ്തതാണ്. പക്ഷേ ഈ തേക്ക് വുഡ് ഓൾഡ് തേക്കാണ്. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് കപ്പലിൻ്റെ തേക്കൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്ന് ഒഴിവാക്കിയ തേക്ക് ഉപയോഗിച്ച്. ഇതുപോലെയുള്ള തേക്ക് ഡോറുകളാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ 15,000 മുതലാണ് അതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ റേറ്റ് കുറഞ്ഞു, പക്ഷേ വുഡിന് മാറ്റമുണ്ട്. തേക്ക് തന്നെയാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഗ്രൈൻസ് ഒക്കെ വന്ന് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായ കുറവുകളുണ്ട്. ഫില്ലിങ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം. കാരണം ഓൾഡ് തേക്കാണ്, അതിന് പൊട്ടൽ വരാൻ അല്ലെങ്കിൽ വിള്ളൽ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേഞ്ചേ ആവുള്ളൂ. പക്ഷേ കട്ടില സെപ്പറേറ്റ് വെച്ച സ്ഥലത്താണ് ഇത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് മെയിൻ ഡോറിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും WPC ഡോറാണ്. ഇന്നത്തെ കാലത്ത് WPC ഡോർ എന്ന് പറഞ്ഞാൽ ഫുൾ ഫിനിഷ് ചെയ്ത് പെയിൻറ് ചെയ്ത് തേക്ക് പോലെ ആക്കി തരുന്ന രീതിയിലാണ് വരുന്നത്. അതിനകത്ത് ഒരിക്കലും ചെതൽ വരില്ല. അതുപോലെ സ്റ്റീൽ ഡോറിലാണെങ്കിൽ നമ്മൾ തുരുമ്പ് എന്ന് പറയുമല്ലോ, തുരുമ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മരത്തടിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെതൽ,
ആ ഒരു പേടിയൊന്നും വരാത്തതാണ് WPC. പക്ഷേ അധികം ലെങ്ത് ഒക്കെ വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ ബെൻഡിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി, ഡെൻസിറ്റി ഇതൊക്കെ നോക്കിയിട്ട് വേണം WPC ഡോർ വാങ്ങാൻ. ഏകദേശം 25,000 രൂപ മുതലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ WPC മെയിൻ ഡോറുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ ചാനലിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചാനലിൽ സന്ദർശിക്കാൻ കിട്ടുകയും ചെയ്യും. മെയിൻ ഡോറുകൾക്ക് മഹാഗണി ഡോറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് തേക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ മറ്റു വുഡിലേക്ക് പോകണമല്ലോ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ് മഹാഗണി. ഒരു റെഡിഷ് കളർ വരും. ഇത് പോളിഷിൽ ഏത് കളറിലേക്കും കൊണ്ടുവരാം. ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തേക്ക് ഡോറിൻ്റെ പകുതിയിലും കുറവ് നമുക്ക് മഹാഗണി ഡോറിൽ ലഭിക്കും. പക്ഷേ ഇന്ന് ട്രീറ്റ് ചെയ്ത മഹാഗണി മെറ്റീരിയൽ മാർക്കറ്റിലുണ്ട്, നമ്മൾ പരിചയപ്പെടുത്തി. അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്വാളിറ്റിയിൽ തേക്ക് ഡോറിനേക്കാൾ ക്വാളിറ്റിയിൽ നിൽക്കുന്ന രീതിയിൽ മഹാഗണി ഡോറും ചെയ്യാൻ പറ്റും. സ്റ്റീൽ ഡോർ അത് തന്നെയാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഡോറ്. സ്റ്റീൽ ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ ഡോറിന് ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇത് വെക്കുന്നത്. അതുവരെ ഡോറിനെ കുറിച്ച് ചിന്തിക്കേണ്ടതേ ഇല്ല. മരത്തടി വാങ്ങുന്ന പോലെ മരം വാങ്ങി ഫിനിഷ് ചെയ്ത് പെയിൻറ്റിങ് പോളിഷ് അങ്ങനെയുള്ള ഒരു സ്റ്റേജുകളില്ല. നേരെ കൊണ്ടങ്ങ് വെച്ച് തരും, ആ രീതിയിലാണ്. പക്ഷെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു വലിയ റേറ്റ് ആയിട്ട് തോന്നാം സ്റ്റീൽ ഡോറിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് റൂം ഡോറാണ്. നമ്മളൊരു മെയിൻ ഡോറിനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു 28,000 രൂപ അബോ, ഇന്ന് കുറച്ചുകൂടെ കൂടി 30ൻ്റെ മേലേക്ക് 35, 40 ആ റേഞ്ചിലേക്കൊക്കെ തന്നെയാണ് നല്ലൊരു സ്റ്റീൽ ഡോറ് നമുക്കൊരു 1:10 സൈസിലേക്ക് വരുമ്പോൾ ആകും. ആ ഒരു റേറ്റിനെ കിട്ടുള്ളൂ. പക്ഷേ റൂം ഡോറുകളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈസ് കുറഞ്ഞേക്കാം. ഇന്ന് ഒരുപാട് കമ്പനികൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, സ്റ്റീൽ ഡോറിൽ തന്നെ വ്യത്യസ്ത കമ്പനികൾ. അപ്പോൾ അത് കൂടാതെ നമുക്ക് സ്റ്റീലിൽ വിൻഡോകളും മറ്റും ചെയ്യുന്ന സ്ഥാപനങ്ങളും സ്റ്റീൽ ഡോറുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൈസ് ഒന്നും കൂടെ കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇവരുടെ മാനുഫാക്ചറിങ് രീതിയല്ല, അവരുടെ നമ്മുടെ നാട്ടിൽ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ കൊണ്ടുവന്ന് അതിനെ പൈപ്പ് ബെൻഡ് ചെയ്ത് അതുപോലെ ഡോറാക്കി മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ 18,000 രൂപ മുതലും സ്റ്റീൽ ഡോറുകൾ മാർക്കറ്റിലുണ്ട്. ഒരു 28-നുള്ളിലൊക്കെ നല്ല ഗ്രാൻഡ് ഡോറുകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥാപനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ ഡോറുകളാണ് മറ്റൊരു ഓപ്ഷൻ. മെയിൻ ഡോറുകൾ പല രീതിയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ ചെയ്തത് കണ്ടോ, മെയിൻ ഡോറിൻ്റെ കൂടെ വിൻഡോ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അമൗണ്ടിൽ നിന്ന് കൂടും. സാധാരണ രീതിയിൽ നമുക്ക് തേക്ക് ഡോറിന് വേണ്ട തേക്കുകൾ മാത്രം പോരാ, ഈ വിൻഡോ ഫ്രെയിമിനും കൂടെ വരുന്നതുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ടതുപോലെയല്ല, മുഴുവനായിട്ട് തേക്ക് വുഡിൽ ചെയ്ത ഒരു ഐഡിയ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഈ വാതിൽ പൊളിയും അതുപോലെ ഈ കട്ടിലയും എല്ലാം വന്നു. ഇത് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കട്ടില സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വെച്ച് പിന്നീട് തേക്ക് ഡോർ വെക്കുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഒരേ ഗ്രെയിൻസ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങൾ ഒരേ വുഡിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് നടക്കും. മിക്ക വീടുകളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെയാണ് ഡോറുകൾ വെക്കാറുള്ളത്. അതായത് സ്റ്റീൽ ഡോർ വെക്കുന്ന അതേ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ തേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈമിലെങ്കിലും വെക്കുന്നത് തന്നെയാണ് നല്ലൊരു ബോണ്ടിങ്ങിന് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് ഏകദേശം 40,000 മുതൽ 50,000 വരെ ചിലവ് കാണണം. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോളിഷും അത്രയും ക്വാളിറ്റിയിലാണ്. ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഫ്ലോർ സ്പ്രിങ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയിലാണ്. മുമ്പ് നമ്മളെ വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ ഡീറ്റെയിലുകൾ ആവശ്യമുള്ള ആൾക്കാർ മുമ്പത്തെ വീഡിയോകൾ നോക്കാം. മെയിൻ ഡോറുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബെഡ്റൂം ഡോറുകൾ. ബെഡ്റൂമിലേക്ക് ഡോറ് സെലക്ട് ചെയ്യുമ്പോൾ വുഡൻ ഡോറ് പണ്ട് കാലം മുതലേ ഉണ്ട്. അതിലേക്ക് ഇന്ന് എക്സ്ട്രാ വരുന്ന കാര്യമാണ് സ്റ്റീൽ ഡോറിൽ വരുന്ന ബെഡ്റൂം ഡോറുകൾ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഏകദേശം 18,500 മുതലാണ്. ഇപ്പോൾ ഏകദേശം 20,000 അതിൻ്റെ മേലേക്കും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കട്ടില വരുന്ന രീതിയിൽ അത് നമ്മൾ സ്ട്രക്ചറൽ ടൈമിൽ കട്ടില വെച്ച് അതിലേക്ക് മരത്തിൻ്റെ ഡോർ വെക്കുന്ന ഒരു രീതിയും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് ഇതിൻ്റെ കട്ടിലകൾ 1,700, 2,000 ആ റേഞ്ചിൽ കിട്ടും. പക്ഷേ ഡോറ് നമുക്ക് അതിലേക്ക് വുഡ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പം അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഡോറുകൾ വാങ്ങിയിട്ട് വേണം വെക്കാൻ. 4,000 to 5,000 റേഞ്ചിലൊക്കെ വുഡുകൾ കിട്ടും. മഹാഗണിയൊക്കെ ആണെങ്കിൽ 5,000 ഡോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ ഇന്നുണ്ട്. റൂം ഡോറുകൾക്ക് മറ്റൊരു ചോയ്സ് ആണ് സ്കിൻ ഡോറുകൾ. FRP ഡോറുകൾ ബാത്റൂമിന് മാത്രമല്ല റൂമുകൾക്കും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ആ ഏത് കസ്റ്റമൈസും കിട്ടും. പക്ഷേ നമുക്ക് ഇതുപോലെ അടിച്ച ആ സൗണ്ട് ഇളക്കമൊക്കെ വരുന്നൊരു ഫീല് വരാതിരിക്കണമെങ്കിൽ അത് വുഡിലേക്ക് വരണമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് സ്കിൻ ഡോറുകളുടെ ആവശ്യം. സ്കിൻ ഡോർ ഈ ഒരു സ്കിന്ന് ഇത് നമ്മളൊരു പ്ലൈവുഡിൽ ഒട്ടിച്ചതുപോലെ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ്. ഇതിൻ്റെ സൈഡിലൊന്നും ആ സ്കിന്ന് കിട്ടൂല കേട്ടോ. ഈ കാണുന്ന ഫേസിൽ മാത്രമാണ് ഈ ഒരു സ്കിന്ന് കിട്ടുള്ളൂ. ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. സ്കിൻ ഇല്ലാത്ത മോഡലും വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പെയിൻറ്റബിൾ ആയിട്ടുള്ള ഓപ്ഷന് വേണ്ടിയിട്ട്
ഇങ്ങനെ വരുമ്പോൾ 2500 രൂപ മുതൽ ഇതിൻ്റെ പ്രൈസ് ആരംഭിക്കുന്നുണ്ട്. 3000-നൊക്കെ നല്ല മോഡലുകൾ ഇതിൽ അവൈലബിൾ ആണ്. റൂം ഡോറിൽ പ്രധാനമായിട്ടും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പെയിൻറ്റബിൾ ആയിട്ടുള്ള ഡോറുകൾ. സ്കിൻ ഡോറിൽ തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ്. ഇതിന് ഫിനിഷ് റഫ് ഫിനിഷ് ആയിരിക്കും, അല്ലെങ്കിൽ സ്മൂത്ത് ഫിനിഷ് ആയിട്ട് വരുന്നുണ്ട്. ചെറിയ ലൈൻസ് ഗ്രൂസ് ഒക്കെ വരുന്ന രീതിയിൽ വരും. അതിനെ പിന്നീട് പെയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് പെയിന്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആട്ടോ. ഈ ഗ്രീൻ കളർ ഇത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനനുസരിച്ച് ഏത് കളറിലേക്കും ഇതിനെ പെയിന്റ് ചെയ്തെടുക്കാം. ഇവിടെ മാച്ച് ചെയ്ത് ഈ ഒരു കളറിലേക്ക് മാച്ച് ചെയ്തിട്ടാണ് ഈ ഡോറുകൾ ചെയ്തത്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കളറാണെങ്കിലും ഹാർഡായിട്ടുള്ള കളറാണെങ്കിലും ഒക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിം, അതിൻ്റെ കൂടെ ഈ റെഡിമെയ്ഡ് ഡോറാണ്. ഇത് മാർക്കറ്റിൽ 2500 മുതലൊക്കെ ഇതിൻ്റെ ഒരു പ്രൈസ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇതുപോലെ 500 രൂപയോളം വില വരുന്ന ചെറിയ ലോക്ക് കൊടുത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഡോറുകൾക്ക് ചെയ്യാനും പറ്റും. റൂം ഡോറുകളിലേക്ക് മഹാഗണി ഡോറുകൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന 5000 രൂപ മുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഡോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ 5000, 6000, 7000 ആ റേഞ്ചിലൊക്കെ ഇതുപോലെ മഹാഗണി ഡോറുകൾ ഉണ്ട് കേട്ടോ. ഇത് നേരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്താൽ മതി. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൽ വന്നിരിക്കുന്ന ഒരു കട്ടിലയാണ്. അതിലേക്കാണ് ഈ ഡോർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലോക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി. ഇപ്പോൾ ഈ ഡോറിന് 5000, 6000 രൂപ റേഞ്ച് ഉള്ളെങ്കിൽ അതിലേക്ക് ലേബർ കോസ്റ്റും അതുപോലെ ഈ കാണുന്ന ലോക്കിൻ്റെ കോസ്റ്റും ഹിഞ്ചസിൻ്റെ കോസ്റ്റും കൂടെ വരുമ്പോൾ മാത്രമേ ഒരു ഡോറ് പൂർണ്ണമാകുന്നുള്ളൂ. അടുത്ത് പറയാൻ പോകുന്നത് FRP ഡോറുകളെ കുറിച്ചാണ്. FRP ഡോറുകളാണ് ബാത്റൂമിന് ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതിന് താഴേക്കുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ PVC ഡോറുകളുണ്ട്. മറ്റ് ഡോറുകളൊക്കെ അലുമിനിയൊക്കെ മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഈ FRP എന്ന് പറയുമ്പോൾ അതാ ഈ കാണുന്ന രീതിയിൽ കട്ടില നമുക്ക് ഫിറ്റ് ചെയ്ത് ഫിനിഷിങ് സ്റ്റേജിലാട്ടോ ഫിക്സ് ചെയ്യുക. ഇത്രയും നല്ലൊരു കട്ടില കിട്ടും. അതുപോലെ ഈ ഒരു സൗണ്ട് കിട്ടുന്ന രീതിയിലാണ്. ബാത്റൂമിന് ഒന്നും കൂടെ ഫിനിഷിങ് ഫീൽ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഡോറാണ്. അതിലേക്ക് അവർ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ്. ഈ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരും. ആ രീതിയിലാണ് ഇവിടെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 7000 to 9000 എന്ന് തന്നെ പറയണം FRP ഡോറിലേക്ക് വരുമ്പോൾ. എന്നാൽ FRP ഡോറിനേക്കാൾ നമുക്ക് PVC ഡോറുകളിലേക്ക് വരികയാണെങ്കിൽ അതിനകത്തേക്ക് 6000ലേക്ക് വരും. കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിൽ നമുക്ക് PVCയിൽ തന്നെ ബേസിക് ഡോറ് വരുമ്പോൾ അത് 3000 രൂപ മാത്രം കൊടുത്താലും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് ബാത്റൂമിൽ നല്ലൊരു ഡോറ് ലഭിക്കുകയും ചെയ്യും. വീടുകളിലേക്ക് നിങ്ങൾ ഡോർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ ഡിസൈൻ അനുസരിച്ച് മാച്ച് ചെയ്യണം, ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ സെക്യൂരിറ്റി വേണം. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിന് നിങ്ങൾ ഫ്രണ്ട് ഡോറിൽ ഏതെങ്കിലും ലോക്കൽ വുഡൻ ഐറ്റംസ് കൊണ്ടുപോയി വെക്കരുത്. അത് ലുക്കിന് വേണ്ടി മാത്രമല്ല, ആ ഒരു സെക്യൂരിറ്റി കൂടി ഉണ്ട്. സ്റ്റീൽ ഡോറുകൾ സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ നമുക്ക് എത്ര കാലം അവർ വാറണ്ടി തരുന്നു അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതുപോലെ മരത്തടി കൊണ്ടുള്ള ഡോറുകളാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തി ചെയ്യാനും പറ്റും. ഇന്ന് ട്രീറ്റഡ് വുഡിൽ ഒരുപാട് മരങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതുപോലെ റെഡിമെയ്ഡ് ആയിട്ടും അവൈലബിൾ ആണ്. എന്തായാലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലും ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിലയിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, മെറ്റീരിയൽ വൈസ് അതിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ചാനലിൽ ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഇനി ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.